ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ അയലമീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലായിടത്തും അയലമീൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ 2 വലിയ സൈസ് അയല എടുത്തിട്ടുണ്ട്. അതിനെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വര വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ ചെയ്യുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ഭംഗി കാണാനൊക്കെ ആയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു ടൈപ്പിൽ. അപ്പോൾ ഇതിനാദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റിൽ. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും മതി, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ. ആ സമയത്ത് ഞാനിവിടെ കുറച്ച് പുളിയൊന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. വാളംപുളിയാണ്. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പുളിയുടെ ആവശ്യമില്ല നമ്മുടെ ഈ ഒരു കറിക്ക്, കാരണം നമ്മളിതിൽ ഒരുപാട് തക്കാളി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, ഒരല്പം വെളിച്ചെണ്ണ മതിയാവും. 2 ടേബിൾ സ്പൂണൊക്കെ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല ഫിഷ്, കാരണം കുക്കായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് ഗ്രേവിക്ക് കിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്യാം. ജസ്റ്റ് 1 മിനിറ്റൊക്കെ മതിയാകും. ആ ഒരു സെയിം എണ്ണയിൽ തന്നെ ഞാൻ ഒരു 1/2 സ്പൂണോളം ഉലുവ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ കടുകും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാളയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു വലിയ സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചോപ്പർ കയ്യിലുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വരണം. നമ്മുടെ കറിയിൽ ഈ ഒരു സവാള ഒരുപാടായിട്ട് കാണാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പേസ്റ്റല്ല ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് മറന്നു പോയതാണ് ഈ ഒരു ചെറിയുള്ളി ചതച്ച് വെച്ചത് ചേർക്കാനായിട്ട്. ആദ്യം നമ്മൾ ഉലുവയും കടുകും പൊട്ടിച്ച സമയത്ത് വേണം ഈ ഒരു ചെറിയുള്ളി ചേർക്കാനായിട്ട്. അപ്പോഴാണ് ചെറിയുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് കറിയിൽ വരിക. ഞാൻ ഈ ഒരു സമയത്താണ് ചേർക്കുന്നത്, മറന്നുപോയതുകൊണ്ട്. അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1-1.5 മിനിറ്റോളം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടാതെ ശ്രദ്ധിക്കുക, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തക്കാളിയാണെങ്കിൽ 1.5 തക്കാളിയൊക്കെ മതിയാകും. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരാനായിട്ട് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടഞ്ഞി വരുന്ന സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർക്കേണ്ടത്, പുളിവെള്ളം. അപ്പോൾ പുളിയുടെ ടേസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഒരുപാട് പുളിരസം ഈ ഒരു കറിക്ക് ആവശ്യമില്ല, കാരണം നമ്മൾ തക്കാളിയുടെ പുളിയുണ്ട്. അപ്പോൾ ഈ ഒരു പുളി കുറച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് വേണ്ട ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു കറിക്ക് വെറൈറ്റി ആയിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് കായം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പീസ് കായം ഞാൻ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയായാലും മതി. ഞാനിപ്പോൾ കായത്തിൻ്റെ ഈ ഒരു പാൽക്കായ ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷിൻ്റെ ഫ്ലേവർ ഈ ഒരു കറിയിൽ കിട്ടില്ല. ഫിഷ് കുക്കാവേണ്ട ആവശ്യമില്ല ആദ്യം ഫ്രൈ ചെയ്യുമ്പോൾ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും നെയ്ച്ചോറിനായാലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം വലിയ സൈസ് മീനായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പീസായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം.
അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ആ ഒരു രീതിയിൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നിങ്ങൾ എത്രയാണോ ഗ്രേവി വേണ്ടത് ആ ഒരു രീതിക്ക് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്